റാപ്പർ വേടൻ വീണ്ടും അങ്ങനെ പോലീസ് കേസിൽ പെട്ടിരിക്കുകയാണ്. ഇത്തവണ പെട്ടത് ബലാത്സംഗ കേസിലാണ്. അതായത് ഒരു ഡോക്ടറിൻ്റെ പരാതിയിലാണ് നമ്മുടെ വേടൻ ഇപ്പം പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 തവണയും വേടൻ നൈസായിട്ട് ഊരി വന്നതാണ്. ഒന്ന് പുലി നഖമുള്ള കേസ്, പിന്നെ ലഹരി ഉപയോഗിച്ചതിൻ്റെ കേസ്. ഇത് 2 കേസും ഇപ്പം കഴിഞ്ഞൊന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നതേ ഉള്ളൂ. അതിനിടയ്ക്കാണ് അടുത്ത ഒരു ബലാത്സംഗ കേസ് വന്നിരിക്കുന്നത്. ഇത് മറ്റ് 2 കേസിനെയും പോലെ അല്ല ബലാത്സംഗ കേസ്. ഇത് 2020-21 ആ കാലഘട്ടത്തിൽ ഒരു ഡോക്ടർ, അപ്പം അന്ന് വേടൻ വലിയ ഫേമസ് ഒന്നും അല്ലായിരുന്നു. ആ സമയത്ത് എറണാകുളത്ത് പഠിച്ചുകൊണ്ടിരുന്ന ഒരു ഡോക്ടർ വേടനുമായി അടുപ്പം കൂടുകയും അങ്ങനെ വേടൻ ആ ഡോക്ടറിൻ്റെ ഫ്ലാറ്റിൽ വന്നെന്നോ അപ്പം വേടൻ ചുംബിച്ചെന്നോ അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് പറയുന്നത്, സത്യം അറിയില്ല. എന്ത് തന്നെ ആയിരുന്നാലും ആ ഡോക്ടർ 3 വർഷം കഴിഞ്ഞ് ഇപ്പം വേടനെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നും പറഞ്ഞ്. എനിക്ക് തോന്നുന്നു ആ ഡോക്ടർക്ക് ഇപ്പോഴായിരിക്കും ബോധോദയം ഉണ്ടായത്. അപ്പം വീണ്ടും വേടൻ അങ്ങനെ പെട്ടിരിക്കുകയാണ്. വേടൻ ഇപ്പോൾ ഒന്ന് ഫേമസായ നല്ല രീതിയിൽ നല്ല കിടിലം പരിപാടികളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോഴാണ് വീണ്ടും ഒരു കേസ് വന്ന് പെട്ടിരിക്കുന്നത്. അപ്പം ഈ കേസിൽ നിന്ന് വേടൻ എങ്ങനെ പുറത്ത് വരുമെന്നുള്ളത് നമുക്കിനി കണ്ടറിയാം. എന്ത് തന്നെ ആയിരുന്നാലും ഒരു വാർത്ത നിറഞ്ഞു നിൽക്കുന്ന താരമായി വേടൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇത്തരം വാർത്തകളൊക്കെ വേടന് ഗുണകരമാവുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നെഗറ്റീവ് വാർത്തകൾ അല്ലെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഒരാൾക്ക് റീച്ച് കിട്ടും എന്നുള്ളതാണ് ഈ അഡ്വർടൈസ്മെൻറ്റിനൊക്കെ ഉള്ള ഒരു സംഭവം. അതുകൊണ്ട് തന്നെ വേടൻ ഇതിലൊന്നൊക്കെ പെട്ടോന്നും പറഞ്ഞൊന്നും വേടൻ്റെ മാർക്കറ്റോ അല്ലെങ്കിൽ വേടൻ്റെ പ്രശസ്തിയോ ഒന്നും ഇടിയാൻ പോകുന്നില്ല. കുറച്ചുകൂടെ കൂടാനേ സാധ്യതയുള്ളൂ. അപ്പം വേടൻ ഇതിൽ നിന്നൊക്കെ ഊരി രക്ഷപ്പെട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.